ചന്ദ്രമോക്ക് അറിയത്തില്ലേ? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്നല്ലേ അങ്ങനെ ചോദിക്കത്തുള്ളൂ. ആ മോൾ അതൊക്കെ വിട്ടുകള. ചന്ദ്രമോള് മാറി, ഞാൻ അങ്ങനെ വിശ്വസിക്കത്തുള്ളൂ. പോരെ? എന്നാലും മോളെ, സ്വന്തം അച്ഛനെ കൊന്നവരോട് ക്ഷമിക്കണ്ടായിരുന്നു. ഇപ്പൊ അവര് ജയിച്ചു എന്നായില്ലേ? ആ ദേവികയെ തകർക്കാൻ കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു. അത് മോൾ അങ്ങ് ഇല്ലാതാക്കി. പകരത്തിന് പകരം ചെയ്തിട്ട് എന്ത് കിട്ടാനാ ചേച്ചിയമ്മേ? അത് മൃഗങ്ങളുടെ രീതിയാ. നമ്മൾ മനുഷ്യരല്ലേ? ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ നമുക്ക് പറ്റണം. എനിക്കൊരു വിഷമമില്ല അവർക്ക് മാപ്പ് കൊടുത്തതില്. പണ്ട് ദേവിക എന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ഇപ്പൊ അല്ല. ഇപ്പൊ എനിക്ക് അവളോട് സ്നേഹമാണ് ചേച്ചിയമ്മേ. മറ്റെല്ലാരെയും പോലെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. വലിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ അഭിമാനം തോന്നുന്നു ചേച്ചിയമ്മയ്ക്ക്. നീ ആ യഥാർത്ഥ സ്ത്രീ. നിനക്ക് നല്ലതേ വരും. ദൈവം നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. കണ്ടോ? ചേച്ചിമേ, ഇവിടെ അടുത്തെവിടെയെങ്കിലും ശിവന്റെ അമ്പലമുണ്ടോ? ഉണ്ടല്ലോ. എന്താ, മൂക്ക് പോകാനാണോ? അതെ, ഒരു വഴിപാട് കഴിക്കണം. രണ്ടാളുടെയും പേരില് സ്വയംവര പുഷ്പാഞ്ജലി നടത്തണം. എത്രയും പെട്ടെന്ന് അതൊന്ന് നടന്നു കിട്ടാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കണം. ആരുടെ കാര്യം മോളി പറയുന്നേ? സിദ്ധുവിന്റെയും ചന്ദ്രയുടെയും കാര്യം, അല്ലാതെ ആരുടെയാ? അല്ല, എന്റെ കാര്യമല്ല. ഞാൻ ഉദ്ദേശിച്ചത് സിദ്ധുവേട്ടനെയും ദേവിക ചേച്ചിയുടെയും കാര്യമാണ്. മോളത് ഇതുവരെ മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? അച്ഛൻ മരിച്ച സങ്കടത്തില് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാ ഞങ്ങൾ കരുതിയത്. ഇതിപ്പോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലോ മോള്. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ അച്ഛ പറഞ്ഞേ. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാന. അവര് യോജിക്കുന്നതാ നല്ലത്. അവർക്കിടയിൽ ഒരിക്കലും ഞാൻ വരാൻ പാടില്ലായിരുന്നു. എങ്ങനെയോ വന്ന് പെട്ടു. ഒരു പൊട്ട നിമിഷത്തില് അങ്ങനെ ഒരു ആഗ്രഹം എങ്ങനെയോ കയറിക്കൂടി. തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് വൈകി. അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് തിരുത്തണം. അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞത്. അവരുടെ കല്യാണം നടക്കേണ്ടേ, അതാണ് ശരി. ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്ന്. അതിനെ പുറത്തുനിന്ന് ആരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല. അതെനിക്കറിയാം. നിങ്ങൾക്ക് പക്വത ഉള്ളവരാ, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ളവരും. ഇതെന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയ സിദ്ധുട്ടാ ഞാൻ ഓരോന്ന് പറയുന്നത്. അവിവേകം എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ക്ഷമിക്കണം. അവരുടെ കല്യാണം നടന്നാ പിന്നെ ഈ വീട്ടിലായിരിക്കില്ലേ ദേവിക വന്ന് താമസിക്കുന്നത്? അതെ, ഈ വീട്ടിലായിരിക്കും. ആയിരിക്കണമല്ലോ. ആ സമയത്ത് ഞാനെങ്ങനെ ഈ വീട്ടിൽ താമസിക്കുമെന്നാണ് പ്രേമിച്ച് വിചാരിക്കുന്നതെങ്കിൽ ആ പേടി വേണ്ട. കല്യാണം കഴിഞ്ഞ ആ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങും. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഞാനെങ്ങോട്ട് പോകുന്നല്ല ഇപ്പൊ എല്ലാരും ചിന്തിക്കേണ്ടത്. കല്യാണം എങ്ങനെ നടത്തുമെന്ന്. ആകെ ഒരു പ്രശ്നമുള്ളത് ദേവികേച്ചി സുധിയേട്ടനെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാ. അത് മാറുമെന്ന് വിശ്വസിക്കാം. മാറണമല്ലോ. എങ്കിലല്ലേ സുധിയേട്ടന്റെ ഹൃദയം കൊണ്ട് നടക്കുന്ന സിദ്ധുവേട്ടൻ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വരൂ. ചന്ദ്രേ, നിനക്ക് വിഷമമൊന്നും ഇല്ലേ മോളെ? അർഹതപ്പെട്ടതേ ചേച്ചിയമ്മേ ആഗ്രഹിക്കാവൂ.
ചിലപ്പോ എന്നെ സ്വയം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പാഠം അതാ. മോളെ ചന്ദ്രേ, അവിടെ നിക്കേ മോളെ. എവിടെയോ എന്തോ ഒരു പന്തികേടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത്രയും കാലം സിദ്ധുവിനെ കെട്ടണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാ ചന്ദ്ര. അതിനുവേണ്ടി എന്തൊക്കെയാ അവള് ചെയ്തത്? അതൊക്കെ പെട്ടെന്നൊരു ദിവസം ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനും വിശ്വസിച്ചിട്ടൊന്നുമില്ല. അവളുടെ മുഖഭാവം ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു. എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിദ്ധു, വളരെ സൂക്ഷിച്ചു വേണം അവൾ പറയുന്നത് നീ അനുസരിക്കാൻ. ഞാനൊരു മണ്ടനാണെന്ന് അച്ഛൻ വിചാരിച്ചോ? ഒന്നുമല്ലെങ്കിലും ഞാനൊരു വക്കീലല്ലേ അച്ഛാ. എനിക്കറിഞ്ഞൂടെ ഒരാളുടെ മനസ്സ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന്. ഞാനും ദേവികയും തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചാലും ഒരിക്കലും ചന്ദ്ര ആഗ്രഹിക്കത്തില്ല. അവൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ എന്തോ കണക്ക് കൂട്ടി വച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. അതെന്താണെന്ന് പറയാൻ ഇപ്പൊ എനിക്ക് അറിവില്ലെങ്കിലും അതുണ്ടെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് അവള് വിരിച്ച വലയില് പെട്ടെന്നൊന്നും ചാടിക്കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അവള് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത ചന്ദ്രയ്ക്കുണ്ട്. നമുക്ക് 3 പേർക്കും ചന്ദ്ര പറഞ്ഞതിൽ എന്തോ കള്ളത്തിലുണ്ടെന്ന് തോന്നിയത് എന്തുകൊണ്ടാ? നമുക്കുണ്ടായ സംശയങ്ങൾ മാറ്റാൻ അവൾക്ക് പറ്റണം. അപ്പോഴേ നമ്മൾ ചന്ദ്രയെ വിശ്വാസത്തിലെടുക്കൂ. അങ്ങനെ സംഭവിച്ചാൽ അവൾക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ? അച്ഛൻ മരിച്ച കുട്ടിയാ ചന്ദ്ര. ആ ഷോക്കില് അവളുടെ മനസ്സ് മാറിയതാണെങ്കിലോ? എന്നച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? നടേശൻ സാറിന്റെ മൃതദേഹം കാണാൻ വന്ന ദേവികയോട് അവൾ എങ്ങനെയാ പെരുമാറിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇത് കളി തന്നെയാ. അവള് മറ്റെന്തോ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതെന്തു തന്നെ ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചന്ദ്ര പറഞ്ഞാലും ഇല്ലെങ്കിലും എന്റെ മനസ്സിൽ ദേവിക തന്നെയുള്ളൂ. അത് മാറണമെങ്കിൽ ഞാൻ മരിക്കണം. എന്നാലും എന്തിനു വേണ്ടിയായിരിക്കും ചന്ദ്ര അങ്ങനെ പറഞ്ഞത്? സത്യമറിയാൻ നമുക്ക് കാത്തിരിക്കാവുന്നതാ. ഒന്നുറപ്പാ, അധികകാലം അവൾക്ക് ആ രഹസ്യം മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരിക തന്നെ ചെയ്യും.